വയനാട്ടിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിനായി എത്തിയ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് ഇപ്പോഴും. മോദിയെ കടന്നാക്രമിച്ചും വയനാടിനെ ചേർത്ത് നിർത്തിയുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. അതിന് മുമ്പ് നമുക്ക് രാഹുലിന്റെ പ്രതികരണത്തിലേക്ക്, റോഡ് ഷോയിലേക്ക്. Language is not something that is imposed from the top. Language is something that comes out from inside the person, inside the heart of the person. To tell a person from Kerala that your language is inferior to Hindi, for example, is a insult to the people of Kerala. It is like saying what is coming out of your heart is inferior to what is coming out of the heart of a person in Uttar Pradesh. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, രാഷ്ട്രീയമായ ആരോപണം തന്നെയാണ്, ആഞ്ഞടിക്കലാണ് രാഹുൽ ഗാന്ധിയും നടത്തിയത്. മലയാളത്തെ ആക്ഷേപിച്ചു എന്നതടക്കമാണ് പ്രതികരണ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ രാഹുലിന്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു? അവിടെയും ജനപങ്കാളിത്തം ധാരാളം ഉണ്ടായിരുന്നോ? മോത്തി, സുൽത്താൻ ബത്തേരിയിലെ റോഡ് ഷോ പൂർത്തിയായി ഇപ്പോൾ പുൽപ്പള്ളിയിലാണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. അവിടെ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിലും ഓരോ റോഡ് ഷോയുടെയും സമാപനത്തിന് അദ്ദേഹം ജനങ്ങളുമായി സംസാരിക്കുന്നുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ പുരോഗമിക്കുന്നത്. വയനാട്ടിലെ വിവിധയിടങ്ങളിൽ UDF പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. പ്രധാനമായും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ, BJPയുടെ നിലപാടിനെതിരെ, അതായത് RSSന്റെ നിലപാടുകളും കോൺഗ്രസിന്റെ നിലപാടുകളും ആശയങ്ങളും തമ്മിലുള്ള വലിയൊരു പോരാട്ടം നടത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു നേതാവ് എന്നതുൾപ്പെടെ മുകളിൽ നിന്നുള്ള തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. കോൺഗ്രസ് ജനങ്ങളുടെ ഹൃദയം, മനസ്സറിയാൻ ശ്രമിക്കുകയാണ്. അവരുടെ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തുടങ്ങി കേരളത്തിന്റെ ഭാഷാ വിഷയങ്ങളൊക്കെ, അതായത് ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെയൊക്കെയുള്ള നിലപാടുകൾ അദ്ദേഹം പറയുകയുണ്ടായി. മലയാളിയുടെ സംസ്കാരമൊക്കെയാണ് ഭാഷ, അത്തരം ഭാഷാ വൈവിധ്യങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ വയനാട്ടിൽ നേരിടുന്ന പ്രശ്നം, ഈ മനുഷ്യ സംഘർഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിലപാടെടുക്കാൻ, പരിഹരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാകും. പക്ഷേ വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ്, സംവിധാനങ്ങളോടുകൂടിയുള്ള മെഡിക്കൽ കോളേജ് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ള ഒരു സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനം കൂടി അദ്ദേഹം ആ പ്രസംഗത്തിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഒപ്പം വിവാദ വിഷയങ്ങൾ, അതായത് ഇപ്പോഴും റോഡ് ഷോ വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. ഇനി ഓരോ റോഡ് ഷോയുടെയും ഭാഗമായി അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്നാണ് ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ നേതാക്കളെല്ലാം കലാശക്കൊട്ടിന്റെ ഭാഗമായി